പത്തനംതിട്ട KSRTC ടെർമിനലിന് എതിർവശത്തെ പ്രധാന പാതയിലൂടെ സഞ്ചരിക്കുന്നവർ ഒന്ന് സൂക്ഷിച്ചോളൂ. ഈ വളവ് തിരിഞ്ഞെത്തുമ്പോഴായിരിക്കും റോഡിന്റെ ഒത്ത മധ്യത്തിൽ മീറ്ററുകൾ നീളത്തിൽ കുഴികൾ കാണുക. മഴ ശക്തിപ്പെട്ടാൽ കുഴികൾ ഇവിടെയുണ്ടെന്ന് അറിയുകയേയില്ല. അപകടങ്ങൾ ഇവിടെ പതിവാണെന്ന് യാത്രക്കാർ പറയുന്നു. പ്രവീൺ പുരുഷോത്തമൻ അവിടെ നിന്ന് ചേരുകയാണ്. മഴക്കാലമാണ് വാഹനയാത്രക്കാർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട സമയം. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട KSRTC ടെർമിനലിന് എതിർവശത്തുള്ള പ്രധാനപ്പെട്ട പാതയിലാണ്. ഈ പ്രധാനപ്പെട്ട റോഡിൻ്റെ ഒരവസ്ഥ ഒന്ന് കാണുക. ഒത്ത മധ്യത്തിലായി ഏകദേശം 20 മീറ്ററിലധികം നീളത്തിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നു. ഇപ്പോൾ മഴയുടെ ശക്തി അല്പം കുറവാണ്. അതുകൊണ്ട് തന്നെ ആ കുഴികളിൽ കുറച്ച് വെള്ളം മാത്രമാണ് കിടക്കുന്നത്. ഇനി മഴ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഈ വെള്ളം ഈ ഭാഗത്തേക്ക് ഒഴുകിയെത്തുകയും റോഡ് പൂർണ്ണമായും വെള്ളത്തിലാകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഇങ്ങനൊരു ഗട്ടർ ഉണ്ടെന്ന്, ഇത്രയും നീളത്തിൽ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണെന്ന് യാത്രക്കാർക്ക് മനസ്സിലാവുകയില്ല. ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം റോഡിൻ്റെ ഒത്ത മധ്യത്തിൽ. ഇത് പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലേക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഉപറോഡാണ്. പത്തനംതിട്ട നഗര ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട പാത. ഏതാനും നാളുകൾക്ക് മുമ്പാണ് ഇത് ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്തത്. പക്ഷേ ഈ റോഡിനടിയിൽ കൂടി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ കടന്നു പോകുന്നുണ്ട്. ആ പൈപ്പുകൾ സ്ഥിരമായി ലീക്കാകുകയും ആ ലീക്ക് അടയ്ക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ റോഡ് വെട്ടിപ്പൊളിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെ എന്താണ് ഒരു അവസ്ഥ ശരിക്കും? ഇവിടെ നമ്മൾ ഈ സ്ഥാനിൽ കിടന്ന് ഓടുന്നതാണ്. ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഈ സ്ത്രീകളും കഴിഞ്ഞ ദിവസം ഒരു ചേച്ചിയും 2 പിള്ളേരും കൂടി ഇവിടെ വന്ന് മറിഞ്ഞു വീണാണ്. രാത്രി കാലങ്ങളിൽ ഒട്ടും അറിയത്തില്ല. ഇത് ശബരിമല റൂട്ടായതുകൊണ്ട് ഇതെപ്പോഴും സ്ട്രേറ്റ് വന്ന് ഇത് സ്ഥിരം നടക്കുന്നതാണ് ഇവിടെ അപകടം. ഇപ്പോൾ സാർ, ഇതിപ്പോൾ ഒരു വളവിനാണ് ഇങ്ങനെ കുഴികളുള്ളത്. മഴ ശക്തിപ്പെടുമ്പോൾ കുഴികളിലെല്ലാം വെള്ളം നിറയും. വരുന്ന ആളുകൾക്ക് ഇവിടെ ഇങ്ങനെ കുഴിയുണ്ടെന്നറിയില്ല. അപകട സാധ്യത ഏറെ കൂടുതലാണ്. എന്താണ് ഇതിൻ്റെ ഒരു പരിഹാര മാർഗം? ആരാണ് ഇതിന് ഉത്തരവാദി? അടിയന്തരമായിട്ട് PWD റോഡ് ഡിവിഷൻ ഈ സംഗതിക്ക് ശ്രദ്ധ പതിപ്പിക്കുകയും ഈ റോഡിൻ്റെ ന്യൂനത പരിഹരിക്കുകയും ചെയ്തില്ലെങ്കിൽ വളരെ ഗുരുതരമായ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇവിടെ ട്രാഫിക് നടത്തേണ്ട ഡ്രൈവർമാർ അങ്ങേയറ്റം കഷ്ടത്തിലാണ്. അതുപോലെ തന്നെ പെഡസ്ട്രിയന്മാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ആക്സിഡൻറ്റ് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകും. കാരണം ഇവിടെ ഒഴിഞ്ഞു പോകാൻ നല്ല രീതിയിലുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു ചെറിയ കുഴി കാണിച്ചു തരാം. കാണുമ്പോൾ നമുക്ക് ചെറിയ കുഴിയാണെന്ന് തോന്നും. ഈ കുഴിയാണ്. പക്ഷേ വളവിൽ നിന്നും വരുന്ന വാഹനങ്ങൾ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കുഴിയുണ്ടെന്ന് അറിയുകയില്ല. ബൈക്കൊക്കെ ആണെങ്കിൽ ബൈക്ക് ഈ കുഴിയിൽ വീഴുകയാണെങ്കിൽ നിയന്ത്രണം വിട്ട് മറിയാനുള്ള സാധ്യത ഏറെയാണ്. കാരണം ആ ഭാഗത്ത് നിന്ന് വളവ് തിരിഞ്ഞായിരിക്കും ഈ വാഹനങ്ങൾ വരിക. ഇവിടെ എത്തുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കുഴികളിൽ വാഹനങ്ങൾ ചാടുക. ഏതായാലും ഇക്കാര്യത്തിൽ വലിയ ഒരു പരാതി നാട്ടുകാർക്കും യാത്രക്കാർക്കുമുണ്ട്. എത്രയും വേഗം പത്തനംതിട്ട KSRTC ടെർമിനലിൻ്റെ മുൻവശത്തെ ഈ പ്രധാനപ്പെട്ട പാതയുടെ മധ്യവശത്ത് തന്നെ ഇത്തരത്തിൽ വലിയ കുഴികൾ, ആ കുഴികൾ നികത്തണം. അത് പൂർവ്വസ്ഥിതിയിലാക്കണം. നല്ല ഉന്നത നിലവാരത്തിൽ ടാർ ചെയ്ത ആ റോഡിൻ്റെ ഭാഗം അതേപോലെ തന്നെ നിർമ്മിക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട. ഇതിപ്പോൾ ഇങ്ങനെ വാർത്തയാകുമ്പോൾ അധികൃതർ ഇടപെടുമോ എന്നുള്ളതിലൊന്നും നമുക്ക് ഒരു തീർപ്പും പറയാൻ കഴിയില്ല. ഇതിപ്പോൾ ഹൈക്കോടതിയൊക്കെ ഇങ്ങനെ വാർത്തകൾ നിരീക്ഷിച്ച് ഇതിലൊക്കെ ഇടപെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ പത്തനംതിട്ടയിൽ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇതാണ് അവസ്ഥ എങ്കിൽ പ്രാദേശികമായ റോഡുകളിലും ഗ്രാമപ്രദേശങ്ങളിലെ റോഡുകളിലുമൊക്കെയുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ.